പോലീസുകാർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർക്ക് ആകെ കൂടെ കണ്ടെടുക്കാനാകുന്നത് ഷിബിലിയുടെ എല്ലുകൾ മാത്രമായിരുന്നു. അതിലെ മാംസം മുഴുവൻ വെട്ടിയെടുത്ത് അവൻ്റെ സുഹൃത്തുക്കൾ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ബംഗ്ലാദേശിന് ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ ഷിബിൽ സാദിഖ് ഹരിദ്വയുടെ കൊലപാതകത്തിൻ്റെ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലുഹിയ. സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം 2023 ഓഗസ്റ്റ് മാസം 28 ബംഗ്ലാദേശിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഷിബ്ലി സാദിഖ് ഹരിദ്വയ് എന്ന 20 വയസ്സുകാരൻ ജനിച്ചിരുന്നത്. വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ കൊണ്ട് തന്നെ തൻ്റെ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു കോഴി ഫാമിൽ ഒരു പാർട്ട് ടൈം ജോലി, അവിടുത്തെ ഒരു മാനേജറായിട്ടൊരു പാർട്ട് ടൈം ജോലി കൂടെ ഷിബ്ലി ചെയ്തു വരാറുണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള അവൻ്റെ കോളേജിലെ ഫീസ് അടക്കാൻ ആവശ്യമായിട്ടുള്ള പണമൊക്കെ തന്നെയും ഇത്തരത്തിൽ ഈ ജോലികളിൽ നിന്നൊക്കെ തന്നെയാണ് ഷിബ്ലി പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് മാസം 28 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സാധാരണ രീതിയിൽ തന്നെ കോഴി ഫാമിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള ഷിബ്ലി എത്ര വൈകിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. മകനെ കാണാതായതോട് കൂടിയിട്ട് ഷിബ്ലിയുടെ മാതാവ് നിരന്തരമായിട്ട് അവനെ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ വിളിച്ചിട്ടും ഷിബ്ലി കോൾ എടുക്കുന്നില്ല. അതോടുകൂടി തന്നെ ഷിബ്ലിയുടെ മാതാവ് ആ ഒരു കോഴി ഫാമിൻ്റെ ഓണർ വിളിച്ച് ഷിബ്ലി അവിടെ ഉണ്ടോ, എന്താണ് വരാത്തതെന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ആ ഒരു കോഴി ഫാമിൻ്റെ ഉടമസ്ഥന് പറയാനുണ്ടായിരുന്നത് ഷിബ്ലി നേരത്തെ തന്നെ പോയല്ലോ, വീട്ടിലേക്ക് എത്തിയിട്ടില്ലേ എന്നൊരു കാര്യമായിരുന്നു. അതോട് കൂടിയിട്ട് പതിയെ ഷിബ്ലിയുടെ മാതാവിൻ്റെ മനസ്സിലേക്ക് ഭയം ഇരച്ചു വരാൻ ആരംഭിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇത്ര വൈകിയിട്ടും തൻ്റെ മകനെ കാണാതായതോട് കൂടിയിട്ട് കോഴി ഫാം വരെ ഒന്ന് പോയിട്ടൊന്ന് അന്വേഷിക്കാം എന്നുദ്ദേശിച്ചുകൊണ്ട് ഷിബ്ലിയുടെ മാതാവ് പതിയെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുകയാണ്. ആ ഒരു അവസരത്തിൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് ഷിബ്ലിയുടെ ഒരു ഫോൺ കോൾ വരികയാണ്. എടുത്തു നോക്കിയപ്പോൾ ഭയന്ന് വിറച്ചുകൊണ്ട് ഷിബ്ലി പറഞ്ഞത്, എന്നെ ആരോ തട്ടിക്കൊണ്ടു പോവുകയാണ്, എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്യുകയാണ്, അച്ഛനോട് പറയൂ, എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കൂ എന്ന് തുടങ്ങിയിട്ടുള്ള വാക്കുകളായിരുന്നു. അമ്മയുടെ മനസ്സിലേക്ക് വലിയ തോതിൽ തന്നെ ഭയം ഇരച്ചു വരുന്നുണ്ട്. അവരെത്രയും പെട്ടെന്ന് തന്നെ ട്രക്ക് ഡ്രൈവർ കൂടിയായിട്ടുള്ള ഷിബ്ലിയുടെ പിതാവിന് വിവരം അറിയിക്കുകയാണ്. അയാളും എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടിയെത്തുകയാണ്. നിരന്തരമായിട്ട് പിന്നെയും അവർ ഷിബ്ലിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ആരും തന്നെ ഫോൺ എടുത്തതേയില്ല. ഏതാനും സമയം അത്തരത്തിൽ കടന്നുപോയി കാണും. പെട്ടെന്ന് വെച്ചുകൊണ്ട് ഷിബ്ലിയുടെ ഫോണിൽ നിന്നും മാതാവിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ എത്തുകയാണ്. എടുത്തു നോക്കിയപ്പോൾ അവർക്ക് കേൾക്കാൻ സാധിച്ചത് ഷിബ്ലി വേദന കൊണ്ട് അലറിക്കരയുന്നതായിരുന്നു. ഏതാനും സമയം അത്തരത്തിൽ തുടർന്നതിന് ശേഷം തട്ടിക്കൊണ്ടുപോയവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ഫോൺ എടുക്കുകയാണ്. അയാൾക്ക് പറയാനുണ്ടായിരുന്നത് ഷിബ്ലിയെ ജീവനോടുകൂടെ വിട്ടുകിട്ടണമെങ്കിൽ 11 ലക്ഷം രൂപ തങ്ങൾക്ക് നൽകണമെന്നൊരു കാര്യമായിരുന്നു. 11 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആ കുടുംബത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എന്തൊക്കെ തന്നെയായാലും തങ്ങളുടെ ഒരേ ഒരു മകൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഓർത്തുകൊണ്ട് ആ പണം നൽകാം, ഷിബ്ലിയെ ഒരിക്കലും ഉപദ്രവിക്കരുത്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പണം നിങ്ങൾക്ക് നൽകാം എന്നൊക്കെ ഷിബ്ലിയുടെ മാതാപിതാക്കൾ ഈ ഒരു അവസരത്തിൽ ഉറപ്പ് കൊടുക്കുകയാണ്. തങ്ങളുടെ മകൻ്റെ ജീവനിൽ ഭയം തോന്നിയിട്ടുള്ള മാതാപിതാക്കൾ ഈ ഒരു അവസരങ്ങളിലൊന്നും തന്നെ പോലീസിൽ വിവരം അറിയിച്ചതേയില്ല. അവർ ഓടി നടന്നുകൊണ്ട് തട്ടിക്കൊണ്ടുപോയ ആളുകൾ പറഞ്ഞ ആ സംഖ്യ ഒപ്പിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയാണ്. 3 ദിവസങ്ങൾ അത്തരത്തിൽ കടന്നുപോയി കാണും. എത്രയൊക്കെ ശ്രമിച്ചിട്ട് പോലും തട്ടിക്കൊണ്ടുപോയ ആളുകൾ പറഞ്ഞ അത്രത്തോളം വലിയ തുക സമാഹരിക്കാൻ ഈ കുടുംബത്തിന് സാധിക്കാതെ പോവുകയാണ്. ഏറ്റവും ഒടുവിൽ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ കൂട്ടത്തിലെ നേതാവ് വീണ്ടും ഷിബ്ലിയുടെ മാതാപിതാക്കളെ കോൾ ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ തങ്ങളുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് ഷിബ്ലിയുടെ മാതാപിതാക്കൾ അവരോട് വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഷിബ്ലിയെ വിട്ട് നൽകണമെങ്കിൽ 2 ലക്ഷം ടക്ക, അഥവാ ഏറെക്കുറെ 1.5 ലക്ഷം രൂപയോളം വരും. അത് ഇത്രയും പണം നൽകിയാൽ മതി, നാളത്തെ ദിവസം ബന്ദർബാനിലെ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ബാഗിൽ ഈ പണവുമായിട്ട് എത്തിച്ചേരണം എന്നൊരു കാര്യം തട്ടിക്കൊണ്ടുപോയ ആളുകൾ പറയുകയാണ്. ഈ ഒരു 2 ലക്ഷം ടക്ക എന്ന് പറയുന്നതും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും തങ്ങളുടെ ഒരേ ഒരു മകനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് പലരിൽ നിന്നുമായിട്ട് ഇത്രയും തുക സമാഹരിക്കുകയാണ്, കടം മേടിക്കുകയാണ് അവൻ്റെ മാതാപിതാക്കൾ. ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ 4 ഈ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ആളുകൾ പറഞ്ഞ അതേ സ്ഥലത്തേക്ക് അവൻ്റെ പിതാവ് ചെന്ന് നിൽക്കുകയാണ്. അവരവസരത്തിൽ മുഖംമൂടിധാരികളായിട്ടുള്ള 2 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഷിബ്ലിയുടെ പിതാവിൻ്റെ കയ്യിൽ നിന്നും പണമടങ്ങുന്ന ആ ബാഗ് മേടിക്കുകയും നിങ്ങൾ വീട്ടിൽ എത്തുമ്പോഴേക്ക് ഷിബ്ലി വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ പണം നൽകി കഴിഞ്ഞാൽ പോലും തങ്ങളുടെ മകനെ ജീവനോടുകൂടി തന്നെ തിരിച്ചു കിട്ടുമല്ലോ എന്ന വലിയ സമാധാനവും സന്തോഷവും ഒക്കെ അയാളുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്.
എന്തൊക്കെ തന്നെയായാലും അയാൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. പക്ഷേ തട്ടിക്കൊണ്ടുപോയ ആളുകൾ പറഞ്ഞതുപോലെ ഒരിക്കലും അവിടെ ഷിബ്ലി എത്തിയിരുന്നില്ല. നിരന്തരമായിട്ട് പിന്നെയും ഷിബ്ലിയുടെ മാതാപിതാക്കൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. യാതൊരു വിധത്തിലുള്ള മറുപടികളും അവർക്ക് ഇപ്രാവശ്യം കേൾക്കാനേ സാധിച്ചില്ല. ഷിബ്ലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവർ പിന്നെയും തുടരുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. അപ്പോഴൊന്നും ഷിബ്ലി വീട്ടിലേക്ക് തിരിച്ചെത്തിയതേയില്ല. ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഷിബ്ലിയുടെ മാതാപിതാക്കൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. അവരവിടെ എത്തിച്ചേർന്ന് പരാതി നൽകുമ്പോൾ ആദ്യം തന്നെ പോലീസുകാർ അവരെ ചീത്ത പറയുകയാണ്, ശകാരിക്കുകയാണ് ചെയ്തത്. ഇത്തരമൊരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് വിവരം അറിയിക്കേണ്ടത്. എന്തിനാണ് നിങ്ങൾ ഇത്രയും അധികം ദിവസം കാത്തിരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ ശകാരങ്ങൾ തന്നെയായിരുന്നു അവരുടെ മാതാപിതാക്കൾക്ക് ഈ ഒരു അവസരത്തിൽ കേൾക്കാനിടയായത്. എന്തൊക്കെ തന്നെയായാലും വളരെ കൃത്യമായ നിലയിൽ തന്നെ പോലീസുകാർ ഷിബ്ലിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങുകയാണ്. സംശയമുള്ള ആളുകളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ നടത്തുകയാണ്. ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ 7-ാം തീയതി ആരംഭിച്ച അന്വേഷണം സെപ്റ്റംബർ 11-ാം തീയതി ആകുമ്പോഴേക്ക് തന്നെ ഷിബ്ലിയെ തട്ടിക്കൊണ്ടുപോയ ആളുകളെ കൃത്യമായ നിലയിൽ തന്നെ പിടികൂടാൻ പോലീസുകാർക്ക് സാധിക്കുകയാണ്. ഇത് മറ്റാരുമായിരുന്നില്ല, ഷിബ്ലിയുടെ കൂടെ ആ ഒരു കോഴി ഫാമിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു അവനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ പോലീസുകാർ അവരോടായിട്ട് ചോദിച്ച ചോദ്യം ഷിബ്ലി എവിടെ എന്നതായിരുന്നു. അതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞെട്ടിക്കുന്നതായിരുന്നു. ഷിബ്ലി സാദിഖ് ഹരിദോയ് എന്ന 20 വയസ്സുകാരൻ ജോലി ചെയ്തിരുന്ന അതേ കോഴി ഫാമിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 6 ആളുകൾ കൂടെ ജോലി ചെയ്തിരുന്നു. ഷിബ്ലിയേക്കാൾ പ്രായത്തിന് മൂത്തവർ തന്നെയായിരുന്നു ആ 6 ആളുകളും. എങ്കിലും അവർ തമ്മിൽ, ഷിബ്ലിയും ആ 6 ആളുകളും തമ്മിൽ നല്ല ബന്ധം തന്നെയായിരുന്നു. അവർ സുഹൃത്തുക്കളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തൊക്കെ തന്നെയായാലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെയായിരുന്നു അവരുടെ സൗഹൃദവും അവരുടെ ജോലികളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ഒരിക്കൽ ആ ഫാമിലെ ഏതാനും കോഴിത്തീറ്റകളുടെ പാക്കറ്റുകൾ കാണാതാകുന്നുണ്ട് എന്നൊരു കാര്യം ഷിബ്ലി കണ്ടെത്തുകയാണ്. ഷിബ്ലിയാണ് ആ ഒരു അവസരത്തിൽ പൂർണ്ണമായിട്ടും ആ കോഴി ഫാമും മറ്റുമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ മാനേജറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെ എങ്ങനെയാണ് ഈ കോഴിത്തീറ്റയുടെ പാക്കറ്റുകൾ നഷ്ടമാകുന്നത്, ആരാണിത് മോഷ്ടിക്കുന്നത് എന്ന കാര്യം കണ്ടെത്താൻ വേണ്ടി തന്നെ ഷിബ്ലി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അവൻ ഒളിച്ചിരുന്നുകൊണ്ട് ആരാണ് ഈ ഒരു കോഴിത്തീറ്റ മോഷ്ടിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് കണ്ടെത്തുകയാണ്. ആ 6 ആളുകൾ തന്നെയായിരുന്നു കോഴിത്തീറ്റ മോഷണത്തിന് പുറകിൽ പ്രവർത്തിച്ചിരുന്നത്. ഉടനെ തന്നെ ആ മോഷണത്തെ കൈയോടുകൂടി തന്നെ ഷിബ്ലി പിടികൂടുകയാണ്. ആ ഒരു അവസരത്തിൽ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഓണറെ വിളിച്ചു വരുത്തുകയാണ്. പക്ഷേ ഇതിനോടകം തന്നെ ഷിബ്ലിയേക്കാൾ മൂത്ത ആളുകളാണ് ആ 6 ആളുകളും. അതിന് വലിയ തോതിൽ തന്നെ അവിടെ വാക്തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അവർ പരസ്പരം അടിയാകുന്നുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ മുതലാളി അങ്ങോട്ടേക്ക് എത്തിയതോട് കൂടിയിട്ട്, ആ ഫാമിൻ്റെ ഓണർ അങ്ങോട്ട് എത്തിയതോട് കൂടിയിട്ട് അയാളെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഈ 6 ആളുകൾക്കും ഒരു വാർണിംഗ് കൂടെ നൽകുകയാണ്. ഇനി എങ്ങാനും ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞു വിടുമെന്ന് തീർത്ത് അയാൾ പറയുകയാണ്. എല്ലാം അതോടുകൂടി അവസാനിച്ചു എന്നാണ് എല്ലാവരും ഒരുപോലെ തന്നെ കരുതിയിരുന്നത്. എന്നാൽ ആ 6 ആളുകളുടെ ഉള്ളിലും വലിയ തോതിൽ തന്നെ ഷിബ്ലിയോടുള്ള പകയുണ്ടായിരുന്നു. ഷിബ്ലിയോട് എങ്ങനെയും പ്രതികാരം ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അതിനു വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി ആ 6 ആളുകളും ഒരുപോലെ തന്നെ കാത്തിരിപ്പ് തുടരുകയാണ്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് മാസം 28-ാം തീയതി എത്തിച്ചേർന്നത്. പതിവ് പോലെ തന്നെ ഫാമിലെ ജോലികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുക വഴി ഷിബ്ലിയെ കാറിൽ എത്തിയിട്ടുണ്ടായിരുന്ന ആ 6 ആളുകളും തട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ കാറിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഷിബ്ലിയെ കൊണ്ട് അവൻ്റെ മാതാവിനെ വിളിപ്പിക്കുന്നതും തന്നെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയിപ്പിക്കുന്നതൊക്കെ. ആ 6 ആളുകളും ഷിബ്ലിയെ കൊണ്ട് നേരെ പോയത് കൊടൽപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. ആദ്യം അവർ 6 പേരും വിചാരിച്ചിരുന്നത് പണം മേടിച്ചിട്ട് ഷിബ്ലിയെ വിട്ടയക്കാം എന്നൊരു കാര്യമായിരുന്നു. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമോങ് സിംഗ് മർമ എന്ന് പറയുന്ന വ്യക്തി അതിനോട് തീർത്തും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. എങ്ങാനും ഷിബ്ലിയെ വിട്ടയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസാവും. ഷിബ്ലി തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കും. ഏറ്റവും അവസാനം തങ്ങൾ 6 പേരും പിടിക്കപ്പെടും. അതിനാൽ ഒരു കാരണവശാലും പണം ലഭിച്ചു കഴിഞ്ഞാലും ഷിബ്ലിയെ വിട്ടയക്കരുത്, ഷിബ്ലിയെ നമുക്ക് കൊന്നുകളയാമെന്നൊരു തീരുമാനമാണ് അയാൾ എടുത്തിരുന്നത്. അതോടുകൂടിയിട്ട് ബാക്കിയുള്ള 5 ആളുകൾക്കും അയാൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുകയാണ്. ഏറ്റവും ഒടുവിൽ ഷിബ്ലിയുടെ കൈകാലുകൾ അവർ പിടിച്ചു വെക്കുകയും ഷിബ്ലിയെ കഴുത്തറുത്തുകൊണ്ട് അവർ കൊന്നുകളയുകയും ചെയ്യുകയാണ്. പിന്നീട് അവൻ്റെ കൈകാലുകളും മറ്റുമൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അവർ മുറിക്കുകയും മലമ്പ്രദേശത്തും അവിടെയുള്ള ചെറിയ ചെറിയ കാടുകളുടെ ഭാഗത്തേക്കൊക്കെ ആയിട്ട് അവൻ്റെ ശരീരഭാഗങ്ങൾ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കാര്യങ്ങളെല്ലാം പോലീസുകാർ തെളിയിച്ച് ഈ പ്രതികളുമായിട്ട് ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോൾ അവൻ്റെ ശരീരഭാഗങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി ചെല്ലുന്ന അവസരത്തിൽ പിന്നെയും പോലീസുകാർ ഞെട്ടിപ്പോവുകയാണ്.
ആ ഒരു അവസരത്തിൽ പോലീസുകാർക്ക് അവിടെ നിന്നും കണ്ടെടുക്കാനായത് ഷിബ്ലിയുടെ മാംസമില്ലാത്ത എല്ലുകൾ മാത്രമായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും ഒരാളുടെ ശരീരം അഴുകി ഡീകമ്പോസ് ആയിട്ട് എല്ലുകൾ മാത്രമായിട്ട് അവശേഷിക്കില്ല. പിന്നെ ഷിബ്ലിയുടെ എല്ലുകൾ മാത്രമായിട്ട് ഇവിടെ എങ്ങനെ വന്നു? ആ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ, പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാർ പിന്നെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. ഷിബ്ലിയുടെ ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മുറിച്ച് പലയിടത്തായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസുകാർക്ക് അത് ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റവും ഒടുവിൽ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഷിബ്ലിയുടെ മൃതദേഹത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇവർ മുറിച്ചു മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലുകളിൽ നിന്ന് മാംസത്തെ മുറിച്ചെടുക്കുന്നുണ്ട്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് പറയപ്പെടുന്നത് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമോങ് സിംഗ് മർമ എന്ന് പറയുന്ന വ്യക്തിയും മറ്റുമൊക്കെ തന്നെയും ഷിബ്ലിയുടെ മുറിച്ചെടുത്ത ഈ ഒരു മാംസഭാഗങ്ങളെ വേവിച്ച് ഭക്ഷിച്ചു എന്നുകൂടെ പറയപ്പെടുകയുണ്ടായി. പിന്നീട് പോലീസുകാർ ഒക്ടോബർ 1 തീയതി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പത്രസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഈ മാംസം ഭക്ഷിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് തിരുത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും പോലീസുകാർക്ക് വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഷിബ്ലിയുടെ കൊലപാതകങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണ്. മാത്രമല്ല ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ സാധുവായിട്ടുള്ള 20 വയസ്സുകാരനായിട്ടുള്ള ഷിബ്ലിയെ കൊന്ന് ഇത്തരത്തിൽ കഷ്ണങ്ങളാക്കി അവൻ്റെ മാംസം പോലും ഭക്ഷിച്ചു എന്ന് പറയുന്ന തരത്തിൽ വലിയ തോതിൽ തന്നെ വാർത്ത പ്രചരിച്ചതോടു കൂടിയിട്ട് ജനങ്ങൾ ഒന്നടങ്കം രോഷാകുലരായിട്ട് മാറുകയാണ്. അതോടുകൂടെ തന്നെ സംഭവിച്ചൊരു കാര്യം, ഉമോങ് സിംഗ് മർമ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസുകാർ ജീപ്പിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ തന്നെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ടും ആ പോലീസ് ജീപ്പ് വളയുകയാണ്. അതോടുകൂടെ ഗത്യന്തരമില്ലാതിരുന്ന ആ ജീപ്പിലുണ്ടായിരുന്ന 3 പോലീസുകാരും ഓടി രക്ഷപ്പെടുകയുണ്ടായി. ആൾക്കൂട്ട ആക്രമണങ്ങൾക്കൊടുവിൽ ഉമോങ് സിംഗ് മർമ എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള വ്യക്തി മരണത്തിന് കീഴടങ്ങുകയാണ്. എങ്കിലും ബാക്കിയുള്ള പ്രതികളെല്ലാം തന്നെ കൃത്യമായ നിലയിൽ തന്നെ ഇതിനോടകം പോലീസുകാർ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ കോടതിയിലും മറ്റുമൊക്കെ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിയുടെ വൈൻഡപ്പിയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെയധികം പൈശാചികമായിട്ടുള്ള നിലയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ, 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അതിക്രൂരമായ നിലയിൽ തന്നെ ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണയും മറ്റുമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ വരുന്ന ആളുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വീഡിയോസുമായി കണ്ടുകിട്ടാൻ പ്രതീക്ഷയോടെ ബൈ.